+2 കാലഘട്ടമൊക്കെ കഴിഞ്ഞ് +2 പഠനത്തിന് ശേഷം മിക്ക സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു കരിയർ എന്ന് പറയുന്നത് പ്രാക്ടീസിങ് കരിയർ ഓപ്ഷൻ തന്നെയാണല്ലേ. പ്രാക്ടീസിങ് കരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ പ്രാക്ടീസിങ് കരിയർ എന്നായിരിക്കും പലരുടെയും ചിന്ത. സോ പ്രാക്ടീസിങ് കരിയറിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രാക്ടീസിങ് കരിയർ ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ കുറിച്ചിട്ടും അവർക്ക് വേണ്ടുന്ന പ്രാക്ടീസിങ് കരിയർ ഓപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഏതൊക്കെ കോഴ്സുകളാണെന്നും അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് തന്നെയാണ് പഠനത്തിന് ശേഷം +2 പഠന ശേഷം പ്രാക്ടീസിങ് കരിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് ഒന്ന് സെറ്റിൽ ആവുക എന്നുള്ളത്. അപ്പം പാരാമെഡിക്കൽ കോഴ്സ്, അതായത് +2 ബയോളജി സയൻസ് ഒക്കെ എടുത്ത സ്റ്റുഡൻസ് ഏറ്റവും കൂടുതലും സ്റ്റുഡൻസ് ഇപ്പം MBBS കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകൾ തന്നെയാണ്. പാരാമെഡിക്കൽ ഫീൽഡിൽ ഒരു കോഴ്സ് പഠിക്കുകയും വേണം, എന്നാൽ പ്രാക്ടീസിങ് കരിയർ ആയിട്ടുള്ള ഒരു കോഴ്സും കൂടെ ആയിരിക്കണം എന്നാണ് പലരും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കരിയർ ഓപ്ഷൻ തരുന്ന കോഴ്സ് ഏതാണ്, ബെറ്റർ ആയിട്ടുള്ള കോഴ്സ് ഉണ്ടാകുമോ, പ്രാക്ടീസിങ് കരിയർ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലോട്ട് കടക്കാൻ പറ്റുന്ന പാരാമെഡിക്കൽ സ്ട്രീമിൽ ഒരു കോഴ്സ് ഏതാണ്, ഇങ്ങനെയൊക്കെ പലരും ചിന്തിച്ച് ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരു ടൈമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സിൽ തന്നെ പ്രാക്ടീസിങ് കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ പ്രാക്ടീസിങ് കരിയർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോഴ്സ് ആയിട്ടുള്ള ഒക്കുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചാണ്. സോ BOT, ബാച്ചുലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി. അപ്പൊ എന്താണ് ഈ പ്രാക്ടീസിങ് കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ പ്രാക്ടീസിങ് കരിയർ ഫീൽഡ് എന്ന് പറയുന്നത്? +2 അല്ലെങ്കിൽ പഠനത്തിന് ശേഷം നമ്മളുടെ സ്കിൽസും ടാലൻസും അതുപോലെ തന്നെ നോളജും ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ടു ഡേ ലൈഫിന്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കരിയറിനെ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് നമ്മൾ മെയിൻലി ഈ ഒരു പ്രാക്ടീസിങ് കരിയർ ഓപ്ഷൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നതെന്ന് പറയാം. സോ അതിൽ ബെസ്റ്റ് ഒരു കോഴ്സ് തന്നെയാണ് BOT അഥവാ ബാച്ചുലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ്. റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസം. സോ ഈ റീഹാബിലിറ്റേഷനെ ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു കരിയർ കോഴ്സ് തന്നെയാണ് BOT എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. മെന്റലി ഫിസിക്കലി ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ജന്മനാ തന്നെ വൈകല്യമുള്ളവരും അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ട് ഹെഡ് ഇഞ്ചറി ആയവർക്കും സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നിട്ട് പാരലൈസ്ഡ് ആയവർക്കും ഒക്കെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. സോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ടും മീൻസ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ് ഇടുക, ഫുഡ് കഴിക്കുക, അപ്പം പെൻ വെച്ച് റൈറ്റ് ചെയ്യുക, അപ്പൊ ഇതൊന്നും അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു ഡ്യൂട്ടി തന്നെയാണ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർക്ക് ട്രെയിനിങ് മാത്രമല്ല ഒരു ഒക്കുപേഷണൽ തെറാപ്പി സ്റ്റുഡന്റിനെ സംബന്ധിച്ച് കൊടുക്കാനായിട്ട് കഴിയുക. മോട്ടിവേഷൻ, സോഷ്യൽ സ്കിൽസ്, അറ്റൻഷൻ, സെൻസറി തെറാപ്പി, ഐ ഹാൻഡ് കോർഡിനേഷൻ, കൂടാതെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഹിഡൻ ടാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അവരെ ഒന്ന് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം കൂടി ഈ ഒരു ഒക്കുപേഷണൽ തെറാപ്പി കഴിഞ്ഞ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നോർമലി ഉള്ള പാരാമെഡിക്കൽ കോഴ്സ് പോലെ തന്നെ 4.5 years ആണ് ഈ ഒരു കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. 4 വർഷത്തെ കോഴ്സും 6 months കമ്പൽസറി ഇന്റേൺഷിപ്പും ആണ് വരുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് 50% മുകളിൽ മാർക്കുള്ള ഏതൊരു സ്റ്റുഡന്റ് വേണമെങ്കിലും BOT കോഴ്സ് ചൂസ് ചെയ്യാനാവുന്നതാണ്. BOTക്ക് ശേഷം ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ആയിട്ട് MOTയും PhDയും അവൈലബിൾ ആണ്. MOT എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ഒക്കുപേഷണൽ തെറാപ്പിയാണ്. സോ ഈ MOTയിൽ തന്നെ നമുക്ക് 4 തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ന്യൂറോ, ഓർത്തോ, പീഡിയാട്രിക്സ്, മെന്റൽ ഹെൽത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 4 തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് നമുക്ക് MOT പഠിച്ച് ഏതാണ് നമ്മുടെ ഡിസ്റ്റൻസ് അത് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. BOT ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പേഷ്യൻസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ളവർ മാത്രം ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുക. വേറൊരു കോഴ്സും കിട്ടിയില്ല, ഞാൻ ഈ ഒരു കോഴ്സ് മാത്രമാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് ആരും പോയി ഓപ്റ്റ് ചെയ്യരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BOT പഠിച്ച ഒരു സ്റ്റുഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടീസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നോർമലി ഉള്ള ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് പോലെ അല്ല. മേ ബി അതൊരു 6 months 1.5 years ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സും അതുപോലെ നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും പേഷ്യൻസും അതുപോലെ നമ്മൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരൊക്കെ ആയാൽ മാത്രമേ നമ്മൾ ഈ ഒരു BOT കോഴ്സ് എടുത്തത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ സിലബസിന്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്. ഫാർമക്കോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അനാട്ടമി. സോ ഇത്തരം സബ്ജക്ട്സ് കൂടാതെ തന്നെ നമുക്ക്
ഇതിൽ BOT-നെ സംബന്ധിച്ച് കുറച്ച് സബ്ജക്ട്സ് ആഡ് ഓൺ ആവുന്നുണ്ട്. അതായത് ബേസിക്സ് ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി ഇൻ പീഡിയാട്രിക്സ്, ജെറിയാട്രിക്സ്, മെന്റൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ, സോഷ്യോളജി, സൈക്കോളജി, ന്യൂറോളജി. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആവുന്നുണ്ട്. ഇന്ത്യക്ക് അകത്ത് സ്കോപ്പ് ഉള്ളത് പോലെ തന്നെ അതിനേക്കാളും നമുക്ക് വേണമെങ്കിൽ എബ്രോഡ് ഈ ഒരു കോഴ്സിന് സ്കോപ്പ് ഉള്ളതായിട്ട് പറയാനായിട്ട് സാധിക്കും. BOT പഠിച്ചിറങ്ങുന്ന, അതായത് ബാച്ചലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി പഠിച്ചിറങ്ങുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഓൾഡ് ഏജ് ഹോംസ്, സ്പെഷ്യൽ സ്കൂൾസ്. അപ്പൊ ഇങ്ങനെയുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെയാണ് ഇവരെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻസൈഡ് കേരള നമുക്ക് ഈ ഒരു BOT കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ചുരുക്കം 1-2 കോളേജുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബട്ട് ഔട്ട്സൈഡ് കേരള നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് തന്നെ ഈ ഒരു BOT പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് അവൈലബിൾ ആണ്. അതായത് മംഗലാപുരം, ബാംഗ്ലൂർ, അതുപോലെ തന്നെ തമിഴ്നാട് ഏരിയസിലൊക്കെ ഇഷ്ടംപോലെ കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ BOT കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കോളേജുകളും ഫീസ് സ്ട്രക്ചറും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.